ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മളൊരു ട്രൂ അവയർനെസ് അവിടെ പ്രയർ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരു സൈക്കോ സ്പിരിച്വൽ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് വരാം. തീർച്ചയായിട്ടും മനോജ് സാറിൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു മനോഹരമായ ഒരു സങ്കല്പം എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ ട്രൂ ആൻഡ് സയൻറ്റിഫിക് ആയിട്ട് കൺവേർഷൻ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. സാറിൻ്റെ എഫേർട്ടെല്ലാം നമുക്ക് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് കുമാർ സാറിനെ. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ ഇതേ സെഷൻ്റെ, അതായത് ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ദി ട്രൂ പ്രയറിൻ്റെ സെഷൻ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ശരിക്കും അതിനെക്കുറിച്ച് നല്ല ഫീഡ്ബാക്സ്, നല്ല റിവ്യൂ ഒക്കെ ആണ് ലഭിച്ചത്. അക്കൂട്ടത്തിൽ കുറേ വിമർശനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിമർശനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മൗനം പാലിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം കൂടി ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വളരെ സ്നേഹനിധികളായ കുറച്ച് നമ്മുടെ അഭ്യുദയകാംക്ഷികൾ സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ വിഷയത്തെ നാം ഒരിക്കൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ധ്യാനിക്കാൻ ഓഫ് കോഴ്സ് സാബു സാറിൻ്റെ കൂടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു രണ്ടാം പാർട്ടായിട്ട് ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് തയ്യാറായത്. അപ്പോൾ ഈ രണ്ടാം പാർട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാനൊന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വിഷയത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ മറ്റു ചില പോയിന്റ്സ് പരിഗണിച്ച് അതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഒന്ന് ചുവടുവെക്കാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പലർക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു ആചാരമാണ്. ശരിക്കും ഒരു ഭക്തി പ്രവൃത്തിയോ അല്ലെങ്കിൽ ചിലർക്ക് ഒരു ധ്യാന നിമിഷമായിരിക്കാം. എന്നാൽ പ്രാർത്ഥന അതിലുപരിയാണെങ്കിൽ നമ്മളതിൽ ഓരോ ദിവസം കടന്നു പോകുന്ന രീതി, അത് വിശ്വസിക്കുന്ന അനുഭവിക്കുന്ന ഒരു അനുഭവങ്ങളുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളുടെ ഒരു ജീവിതത്തിലെ ഒരു ആകെത്തുക എടുക്കുമ്പോൾ പല പ്രോസസ്സിൽ കൂടിയാണ് ഈ പ്രാർത്ഥന എന്ന് തന്നെ പറയുന്ന പ്രോസസ്സ് പലരും അതിൽ കൂടെ പോകുന്നത്. പ്രാർത്ഥന നമ്മളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. നല്ലൊരു വിഷയം നമ്മൾ ആരെങ്കിലും ഉദ്ദേശിച്ച് നമ്മുടെ മനസ്സിൽ ഒരാൾക്ക് നല്ലത് വരണേ എന്ന് പറഞ്ഞാൽ അതുപോലും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കുള്ള ഒരുപാട് ഡെഫിനിഷനും തലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഭാഗം 1-ൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ കാലാതീതമായ ജ്ഞാനത്തെക്കുറിച്ച്, എൻ്റെ വിശുദ്ധത്തെക്കുറിച്ച്, എൻ്റെ ന്യൂറോ സയൻസ്, എൻ്റെ ഫിസിക്കൽ തലത്തിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തലത്തിൽ, മനഃശാസ്ത്രപരമായിട്ട്, ശരീരശാസ്ത്രപരമായിട്ടൊക്കെ ബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ലെവലിൽ മാത്രമേ, ഒരു ഉപരിതലം മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോയുള്ളൂ. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചപ്പോഴേ അതിൻ്റെ ഒരു അടുത്ത വേറൊരു ഡെപ്തിലോട്ടൊരു തലം കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ചും ഈ സ്പിരിച്വൽ പാത്തിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, വളരെ ഡെപ്തിലേക്ക് നീങ്ങുമ്പോഴാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കുറെ കൂടി അതിൻ്റെ സീരിയസ് ആയ മാറ്ററുകളൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മൾ അത്രമാത്രം ഡെപ്തിലൊന്നും പോലെ എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇവിടെ വിവരിച്ച കുറച്ചുകൂടെ ഒരു ഫ്ലോയിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണ് നടത്തുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രാർത്ഥനയുടെ ശാസ്ത്രം മാത്രമല്ല, ഒരു കല മാത്രമല്ല. അത് ശരിക്കും ഒരു നമ്മളൊരു മൂർത്തിഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇതിനെ ഈ രണ്ടാമത്തെ ലെവലിലോട്ട് നമ്മൾ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈലൻസിൽ പോലും ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നിശബ്ദതയിൽ, നമ്മുടെ സർഗാത്മകതയിൽ പ്രാർത്ഥനയുണ്ട്. ശരിക്കും കേൾക്കുന്നതിൽ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ. ശരിക്കും ശ്രവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നാം എങ്ങനെയാണ് ഈ പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയും പ്രോസസ്സ് കൂടി പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ, മറിച്ച് നമ്മൾ ആയിരിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനയാവുന്ന നിമിഷങ്ങൾ പോലും വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭാഷയ്ക്ക് അപ്പുറത്തൊക്കെ പ്രാർത്ഥന ചിലപ്പം സംഗീതത്തിൽ നമുക്ക് കേൾക്കാം അല്ലേ. സംഗീതാത്മകമായ പല മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ അതിൽ വളരെ ഭക്തി എന്ന് പറഞ്ഞ രസമൊക്കെ അതുപോലും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയറാണ്. നമ്മുടെ ബ്രീത്തിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ
ശ്വസനത്തിലുണ്ട് പ്രയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ധ്യാനത്തിൻ്റെ അപ്രോച്ചാണ് ഇവിടെയും അപ്രോച്ചാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വേറൊരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മളുടെ ഒരു ശാരീരിക, മാനസിക, ബൗദ്ധിക തലങ്ങളെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നാണ് നമ്മളിന്ന് ഈ പ്രാർത്ഥനയിൽ കൂടെ, ഈ പാർട്ട് 2-ൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വഴിയെ ചിലപ്പോൾ അപരിചിതമായി തോന്നുന്ന ചില കാര്യങ്ങൾ എനിക്കും തോന്നിയേക്കാം, നിങ്ങൾക്കും തോന്നിയേക്കാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിചിത്രമാണോ എന്ന് തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തൊട്ടുണർത്തുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. അല്ലെങ്കിൽ അത് നമ്മളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ആകാം. ശരിക്കും പറഞ്ഞാൽ ഈ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ചോദിക്കുന്നതിനെ കുറിച്ചല്ല, അത് ശരിക്കും ഒന്ന് ഉണർത്തുന്നതിനെ കുറിച്ചുമാണ്. പല കാര്യങ്ങളും നമ്മളിൽ ഉണർന്നു വരുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ ചിന്താമണ്ഡലിൽ കൂടെ ഈ രണ്ടാമത്തെ ഇങ്ങനൊരു സെഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അതിനാൽ നമുക്ക് ആരംഭിക്കാം. ഒരു ഔപചാരികതയുമില്ല, വളരെ ആത്മാർത്ഥതയോട് നിങ്ങളുടെ പ്രസൻസിന് ഇത്രയും ഈ പേര് ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് തന്നെ എനിക്ക് വളരെ അതൊരു പ്രാർത്ഥനയായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ തന്നെ ആദ്യ പ്രാർത്ഥന ആയിക്കോട്ടെ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ. ഇനി വരാനിരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മളുടെയൊക്കെ അവബോധത്തിൽ ചില സ്പന്ദനങ്ങൾ സൃഷ്ടിച്ചാൽ നമുക്കത് വളരെ ഉപകാരമായി. വളരെ ഉച്ചത്തിലൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല, പക്ഷേ അത് കൂടുതൽ ആഴത്തിൽ കേൾക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷനിലൊക്കെയാണ് ചെറിയൊരു മെഡിറ്റേറ്റീവ് മൂഡിലാണ് എനിക്കിത് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ പ്രസൻറ്റേഷനൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ കൂടുതലായിട്ട് സംസാരിക്കില്ലെങ്കിൽ കുറേ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നറേഷൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ മാത്രം ഉള്ള കുറേ ചില്ലറ നറേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ PPT-യിൽ. അതിനുശേഷം നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്ന നമ്മൾ ഈ ധ്യാനിച്ച ഇതിൽ ഉൾക്കൊള്ളിച്ച വിഷയങ്ങളിലൂടെ നമുക്ക് ആ വിഷയത്തെ മാത്രം നിർത്തി ഒരു ധ്യാനം കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത് 2 പാർട്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ധ്യാനത്തിൽ കുറേ നമ്മൾ മൗനമായിട്ടിരിക്കുക മാത്രമേ ചെയ്യുകയാണ്. അതിൻ്റെ PPT-യുടെ ഒരു സാന്നിധ്യം ഇപ്രാവശ്യത്തെ ഈ പാർട്ട് 2-ൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരുടെയും പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അങ്ങനെ ഈ പരിപാടി നമുക്ക് ആരംഭിക്കാം. ഞാൻ എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യണം. ശരിക്കും ഈ രണ്ടാം ഭാഗത്തെ ഒരു ജീവനുള്ള വഴികാട്ടിയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് സത്യപ്രാർത്ഥനയുടെ ശാസ്ത്രയും കലയും അല്ലെങ്കിൽ ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ദി ട്രൂ പ്രയർ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ട്രൂ പ്രയർ ആസ് എംബിഡഡ് അവേക്കനിങ് എന്ന് ഞാൻ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പ്രാർത്ഥന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു ജീവിതം തന്നെയാണ്. നമുക്ക് പല രീതിയിൽ അതിനെ നോക്കുമ്പോൾ ആധികാരിക പ്രാർത്ഥനയുടെ വൈകാരികവും ആത്മീയവും ശാരീരികവുമായ മാനങ്ങളെ യഥാർത്ഥത്തിൽ ഒന്ന് അനുഭവമാക്കി മാറ്റുന്ന ഘടനയെ ഉള്ള ഒരു അവബോധത്തോടു കൂടിയാണ് ഈ
പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. Ask, it shall be given you. PPT കാണുന്നുണ്ടോ സാബു സാറേ? ഇല്ല, വന്നില്ല. ഒരു share സെക്കൻഡ് കൂടി ഞാനൊന്നുകൂടെ ഷെയർ ചെയ്തോട്ടെ. ചെയ്തു. ഇപ്പൊ വന്നിട്ടുള്ള സാബു സാറേ? ഓക്കെ, ക്ലിയർ. Sorry for the inconvenience. So once again, the science and the art of true prayer ഇതിന്റെ പാർട്ട് 2ലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഇതിന്റെ ഒരു സബ് ഹെഡിങ് ഉണ്ട്, പ്രയർ ആസ് എംബിഡഡ് അവേക്കനിങ് എന്നാണ്. അപ്പൊ രണ്ടാം ഭാഗത്തെ നമ്മൾ ഈ രീതിയിലാണ് ഒന്ന് അപ്രോച്ച് ചെയ്യാനും പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിലേക്ക് നീങ്ങാപ്പോൾ ask and it shall be given you, seek and you shall find, knock and it shall be opened unto you. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ്റെ തന്നെ ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നിയത്. ചോദിക്കൂ, അത് നമ്മൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ സീക്ക് ചെയ്യുന്ന എന്തു കാര്യങ്ങളും നമുക്ക് അത് കാണാൻ കഴിയും. മുട്ടിയാൽ നമ്മൾക്ക് ഡോറുകൾ, വാതിലുകൾ ധാരാളം തുറന്നു കിട്ടും. True prayer is not a moment, it is a way of being. ശരിക്കും യഥാർത്ഥ പ്രാർത്ഥന ഒരു നിമിഷമല്ല, അത് ഒരു ജീവിത രീതിയാണ്. Awakens inner truth through presence and surrender. സാന്നിധ്യത്തിലൂടെയാണ്, സറണ്ടറിലൂടെയാണ് നമ്മുടെ ആന്തരിക സത്യത്തെയൊക്കെ പ്രാർത്ഥന ഇന്റഗ്രേറ്റ്സ് ഹാർട്ട്, മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ഹൃദയം, മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയൊക്കെ പ്രാർത്ഥനയ്ക്ക് സംയോജിപ്പിക്കാൻ കഴിയും. So let us look at the art of prayer. Sincerity from the heart and not just the words. Faith and belief, very important. The conviction that something is possible. വിശ്വാസം, അതാണ് ഏറ്റവും വലിയ കാര്യം. Surrender and trust, like letting go of control, trusting a higher power and process. Gratitude, thankfulness even before manifestation. And intention and visualization, clearly seeing the desired outcome.
നമ്മൾ ആഗ്രഹിച്ച ഫലം നമ്മൾ നേരത്തെ തന്നെ വിഷ്വലൈസ് ചെയ്യുന്നു. So now let's go to the science of the prayer. It's a neuroscience. The brainwave states like alpha, theta during meditation and prayer times. Science of the prayer works in that way. Reduction in stress hormones, that's a neuroscience. And also psychologically, placebo effect, power of positive thinking, setting intentions, cognitive reframing തുടങ്ങിയ കാര്യങ്ങൾ. Physiological changes, lowered heart rate, blood pressure, improved immune system. If the prayer is true prayer, these physiological changes can happen. So these are the elements of true prayer. Prayer reshapes neural pathways. It's called the neuroplasticity. നമ്മുടെ ബ്രെയിനിലെ നാഡികളെയൊക്കെ ഒരു പുനഃക്രമീകരണം നടത്താൻ തീർച്ചയായിട്ടും പ്രയർ കഴിയും. Builds emotional resilience and mental clarity. Subconscious reprogramming through repetition and intention. ബോധപൂർവമായ ഇന്റൻഷനിലൂടെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ബ്രെയിനെ തീർച്ചയായിട്ടും റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. So let us look at some common misconceptions about prayer. ശരിക്കും ഒരുപാട് മിസ്കൺസെപ്ഷൻസ് പ്രയറിനെ കുറിച്ചുണ്ട്. Number 1, only for the religious. It's a universal human capacity for action. ഇത് മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് മാത്രം ഇതിനെക്കുറിച്ച് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. So some people presume that it's a magic pattern, but it is not about instant gratification. It's a process of co-creation. This is more about the alignment and gratitude than pleading or begging. Some people believe it is always answered visibly. എപ്പോഴും നമുക്ക് ദൃശ്യമായ ഉത്തരങ്ങൾ നൽകുന്നു എന്നാണ് ചിലത്. Sometimes the answer is eternal guidance, a change in perspective of peace. That's also happening. So let us look at the transformative power of the prayer. Inner peace and calm. The prayer can use inner peace, calm. It can reduce the anxiety, increase well-being.
enhanced resilience, ability to cope up with challenges, മെച്ചപ്പെട്ട പ്രതിരോധ ശക്തിയൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള നമ്മുടെ നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവാണ് റെസിലിയൻസ് ആക്ച്വലി. Improved relationships through empathy and connection. This is also true. Personal growth. Prayer can give us insights, wisdom, spiritual development. Impact on the collective, the ripple effect of individual peace. Prayer is a dynamic, multifaceted practice. It's both deeply personal and universal. By understanding its arts and science, we can unlock the whole benefits. So, what is the call to action? Encourage personal exploration and consistent practice. നമുക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിൽ കൂടി ട്രൂ പ്രയർ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇതാണ് ചെയ്യേണ്ടത്. സ്ഥിരമായ ഡെപ്തുള്ള ആഴമേറിയ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. And finally, you are the prayer. When you become the vibration of prayer. ശരിക്കും നമ്മൾ തന്നെ പൂർണ്ണമായി ജീവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ സ്പന്ദനങ്ങളായി മാറുകയാണ് നമ്മൾ തന്നെ. Your actions, thoughts and presence became sacred. ശുദ്ധമാകും, പവിത്രമാകും. ചിന്തകള്, സാന്നിധ്യം, സപ്പോർട്ട്, പ്രവർത്തികള്. Prayer is not something you do, it is who you are. ശരിക്കും പ്രാർത്ഥന നമ്മൾ ചെയ്യുന്ന ഒന്നല്ല, അത് ആരാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കലാണ് ശരിക്കും പറഞ്ഞാൽ പ്രയർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആരാണെന്നുള്ള ആ തിരിച്ചറിവ്. ട്രൂ പ്രയർ ഫോസ്റ്റേഴ്സ് ഇൻസൈറ്റ് ആൻഡ് പീസ്. യഥാർത്ഥ പ്രാർത്ഥന ഉൾക്കാഴ്ചയും സമാധാനവും വളർത്തുന്നു. The inner response is often the real answer. നമ്മൾ ഉണ്ടാകുന്ന ആന്തരിക പ്രതിഫലനങ്ങൾ, പ്രയറിൽ കൂടി കിട്ടുന്ന പ്രതിഫലനങ്ങൾ പലപ്പോഴും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നൽകാറുണ്ട്. So let us look at the synergy where art meets science. Art provides the direction and emotional fuel. Science explains the mechanism and the observable benefit. True prayer leverages both heartfelt intention amplified by focused mental states. It is not about manipulation, but it's about the alignment. Remember that thankful heart is always close to the riches of the universe. നന്ദിയുള്ള ഹൃദയം അപ്പോൾ പ്രപഞ്ചത്തിലെ സമ്പത്തുകളോടൊക്കെ അടുത്ത് അത്തരത്തിലുള്ള നന്മകളൊക്കെ.
Finally, what you decree and feel as true will come to pass. Decree harmony, health, peace, and abundance. നമ്മൾ സത്യമെന്ന് വിധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ സത്യമെന്ന് കരുതുന്നതൊക്കെയും അതിലൂടെ ഐക്യം, ആരോഗ്യം, സമാധാനം, സമൃദ്ധി എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിധികളും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സെഷനായിട്ട് നമ്മൾ ഒരു മെഡിറ്റേഷനിലേക്ക് പോകുന്നതാണ്. Gently close your eyes. കണ്ണുകൾ പതിയെ അടയ്ക്കുക. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ രീതിയിൽ നട്ടെല്ല് നിവർത്തി ഇരിക്കുക. അതിനുശേഷം ഇരു കൈകളും മടിയിൽ മലർത്തി വയ്ക്കുക. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. അത് കുറച്ചു നേരം അകത്ത് തന്നെ നിലനിർത്തുക. ശേഷം സാവകാശം ഒരു നിശ്വാസത്തോടെ ശ്വാസം പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അത് കുറച്ചു നേരം അകത്ത് തന്നെ ശ്വാസം നിലനിർത്തുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും പുറത്തേക്ക് പോകുന്നതായി കാണുക. Take 2 deep breaths. Hold it and exhale. Inhale and exhale. ഒരിക്കൽ കൂടി take a deep breath, hold it and exhale slowly. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്രമാവസ്ഥ ലഭിക്കും. കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ശിരസ് പൂർണ്ണമായും വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഫീലിംഗ്, എ കൂൾ ആൻഡ് കാം ഫീലിംഗ്. ഇനി മനോഹരമായ ശാന്തമായ ഒരു തടാകം നിങ്ങൾ മനസ്സിൽ കാണും. അതിൻ്റെ തീരത്ത് നിങ്ങൾ ഇരിക്കുന്നതായി ഭാഗ്യം ചെയ്യുക. അത് വ്യക്തമായി, വളരെ വ്യക്തമായി കാണുക. നിങ്ങൾ ആ തടാകത്തിൻ്റെ തീരത്ത് വളരെ റിലാക്സ്ഡായി ഇരിക്കും. അനക്കമില്ലാത്ത ആ തടാകത്തിലെ ശാന്തത പോലെ ശാന്തമാണ് നിങ്ങളുടെ മനസ്സ്. തടാകത്തിൻ്റെ തീരത്ത് തണുപ്പ് നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നു. കണ്ണുകളും വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കുളിർമയുള്ള തണുത്ത വായു മൂക്കിലേക്ക് കയറുമ്പോൾ
തല മുതൽ പാദം വരെ വിശ്രമാവസ്ഥയിലേക്ക് പോകും. ബ്യൂട്ടിഫുൾ ഫീലിംഗ്, കൂൾ ആൻഡ് കാം ഫീലിംഗ്. നിങ്ങളുടെ ശ്വാസനിശ്വാസം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങും. ഇനി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ആഗ്രഹം ഇപ്പോൾ അതൊരു പ്രാർത്ഥനയായി മനസ്സിലേക്ക് കൊണ്ടുവരിക. വീണ്ടും വീണ്ടും ആ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരിക. അതൊരു ആത്മാർത്ഥ പ്രാർത്ഥനയായി മാറി മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ആഗ്രഹ സാഫല്യത്തിനായി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. അതിനെ കേവലം ഒരു പ്രതീക്ഷയായിട്ടല്ല, മറിച്ച് ഇത് സത്യമായി ഇപ്പോൾ സംഭവിച്ചതായി ഫീൽ ചെയ്തു ഒരു സ്ക്രീനിൽ എന്ന പോലെ ദൃശ്യവൽക്കരിക്കുക. അതിൽ നിങ്ങളെയും അതിലുൾപ്പെട്ട എല്ലാറ്റിനെയും വളരെ അടുത്ത് കാണുകയും ശബ്ദങ്ങൾ കേൾക്കുന്നതായും ഫീൽ ചെയ്യുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഇപ്പോൾ നിറവേറിയിരിക്കും. ഇതിനകം അത് നിങ്ങളുടേതാണെന്ന മട്ടിൽ നിങ്ങളുടെ സ്വന്തം ആയിരിക്കും. മനസ്സ് നിറഞ്ഞിരിക്കും. മനസ്സിൽ നിറയെ കൃതജ്ഞത പൊക്കട്ടെ. നിങ്ങൾ തന്നെ ആ പ്രാർത്ഥനയായി മാറും. നിശബ്ദനും ശക്തനും ആയിത്തീരുന്നു. ശാന്തിയും സമാധാനവും സന്തോഷവും കിട്ടും. കുറച്ചു നേരം അതേ രീതിയിൽ തുടരുക. ഒന്ന് മുതൽ 5 വരെ എണ്ണുന്ന സമയത്ത് 5 എത്തുമ്പോൾ ബോധം മനസ്സിലേക്ക് തിരിച്ചു വരും. പുതിയ തിരിച്ചറിവുകളുമായി ഏറ്റവും ഉന്മേഷത്തോടെ. ഫീലിംഗ് ഗ്രേറ്റ്, ഫീലിംഗ് ഹാപ്പി അബൌട്ട് യുവർസെൽഫ്. ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്. 1. കമ്മിങ് ബാക്ക്. 2. ഫീലിംഗ് ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. 3. ശരീരം പതുക്കെ അനക്കിക്കൊണ്ട്. 4. 2 കൈകളും നന്നായി തിരുമ്മിക്കൊണ്ട് ഉള്ളം കൈയിലെ ചൂട് അനുഭവപ്പെടുമ്പോൾ. 5. Raise your palms and cover your face and wipe your face, neck and shoulder and the whole body. ഇനി വീഡിയോയിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ വീഡിയോയിൽ വന്ന് വളരെ പോസിറ്റീവായ ആ അവസ്ഥയിൽ ഈ ബ്ലെസ്സിങ് നമുക്ക് എല്ലാവർക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കൂൾ ഫീലിംഗ്, തീർച്ചയായിട്ടും മഴയേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു നല്ലൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. ഒരു സെക്കൻഡ്, അമർജ്യോതി മാം ഉണ്ടോ? പോയില്ലേ? ഓക്കെ വികാസ് സാർ പറയുന്നു. താങ്ക് യു സാർ. ഇങ്ങനത്തെ മെഡിറ്റേഷനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഒരു ഇരിക്കുന്നുണ്ട്. അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാനും പറയാം. ആദ്യം ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ട് കാണിച്ച ഒരു ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. കാരണം ഓരോ വ്യക്തിയും രാവിലെ എഴുന്നേൽക്കുമ്പം അവർ കണ്ണാടിയുടെ ഫ്രെയിമാണ്. അതിൽ അവരുടേതായിട്ടുള്ള ചില ഫിൽറ്ററുകൾ ഇടും. രാഷ്ട്രീയത്തിൻ്റെ, അവരുടെ മതവിശ്വാസത്തിൻ്റെ, ഫാൻസ് അസോസിയേഷനുകളുടെ വരെ ആ ഒരു ഫിൽറ്ററിൽ കൂടെയാണ് മറ്റാൾക്കാരെ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻക്ലൂസീവ്നെസ്, അങ്ങനെ ഒരു സാധനം ഇല്ല ഇപ്പം. സത്യത്തിൽ എൻ്റേതല്ലാത്തതൊന്നും ശരിയല്ല,
അങ്ങനെയുള്ള ആൾക്കാരെ അടിച്ചിടുക എന്നുള്ള ഒരു ലോകത്താണ് ഇപ്പം നമ്മൾ ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മോഡേൺ സയൻസിനൊന്നും ആരും എതിരല്ല. നമ്മുടെ മോഡേൺ സയൻസിൻ്റെ ആ ഒരു ഗുണങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോൾ, എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തോ ഒരു പുകച്ചിൽ അല്ലെങ്കിൽ ഒരു നീറ്റൽ, ഇങ്ങനത്തെ ഫീലിംഗ് അനുഭവിക്കുന്ന ആൾക്കാരാണ് എവിടെ നോക്കിയാലും. ആരും ഇത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വന്നത് കൊറോണയ്ക്ക് ശേഷമാണെന്ന് ഏകദേശം പറയാം. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, സാവസാറിനെ പോലെയുള്ള മഹത്തരങ്ങളായിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയും ഇതുപോലെ ഉള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് അങ്ങനെയുള്ള ഒരുപാട് വേദികൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. ഞാനും ഇതുപോലൊരു ഏകദേശം ഒരു സ്പിരിച്വൽ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് എന്താണ് ഫോർഗീവ്നെസ്, മൈൻഡ്ഫുൾനെസ് എന്താണ്, ലെറ്റിംഗ് ഗോയുടെ പ്രാധാന്യം എന്താണ്. ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ലെറ്റ് ഗോ ചെയ്യാതെ, ഫോർഗീവ് ചെയ്യാതെ ഒരിക്കലും അവർക്ക് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആൾക്കാർ ഈ ഫോർഗീവ്നെസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ ഗ്രാജ്വലി അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം പ്രാർത്ഥനയുടെ ഒരു ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ, അല്ലേ? അവർക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സൂപ്പർ ഹീറോസ് ആണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ചെറുപ്പകാലങ്ങളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ അവർ രക്ഷിക്കുമെന്ന് ചിന്തിച്ചിരുന്ന പോലെ എന്തെങ്കിലും ഒരു ഹയർ പവർ, നമ്മളെക്കാളും വലുതായിട്ടുള്ള ഒന്ന് നമ്മുടെ ഒരു രക്ഷയ്ക്ക് എത്തും എന്നുള്ളൊരു, അതൊരു മൂഢവിശ്വാസം ആയിക്കോട്ടെ, എങ്കിലും അത് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു കരുത്ത് നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ഈ ഒരു സെഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സാബു സാറിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മനോജണ്ണനും ഇങ്ങനൊരു സെഷൻ അവതരിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ദീപമ്മ പറയും. എല്ലാവർക്കും നമസ്കാരം. അതിഗംഭീരമായ ഒരു സെഷൻ. ആറ്റം ബോംബ് പോലെ ചെറുതാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ച് അടുത്തിടയ്ക്കാണ് കൂടുതൽ അന്വേഷിക്കാനും അറിയാനും ഒക്കെ തുടങ്ങിയതെങ്കിലും ഇത്രയും കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഈ ചെറിയൊരു സെഷനിലൂടെ മനോജനെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ആ മെഡിറ്റേഷൻ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ആ മനസ്സിനെ തണുപ്പിക്കുന്നതായിരുന്നു. നല്ലൊരു മൂഡിലേക്ക് പോയി. താങ്ക് യു മനോജണ്ണ. ഇതുപോലെ ഇതിന്റെ ആദ്യ പാർട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇത് വലിയ നഷ്ടമായിട്ട് തോന്നുന്നു. റെക്കോർഡിങ്സ് മനോജണ്ണ തരുമായിരിക്കും. അപ്പൊ ഇനി ഇതുപോലുള്ള സെഷനിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുണ്ട്. റെക്കോർഡിംഗ് ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ റെക്കോർഡിംഗ് ഉണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ സാർ. പറയാം സാർ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് വാസ്തവത്തിൽ. സാറിന്റെ ആദ്യ ക്ലാസ് നഷ്ടപ്പെട്ടു. എൻ്റെ അപകടം തന്നെ ആയിരുന്നിരിക്കാമോ. എനിക്ക് വളരെ വ്യക്തമായൊരു ധാരണ എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് തന്ന മതവിശ്വാസങ്ങളുടെ ബാക്കി പത്രങ്ങളല്ല. ഒരു 20 കൊല്ലമായിട്ട് ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും സുഖം ലഭിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ സാറ് നേരത്തെ നമ്മുടെ വികാസ് സാർ പറഞ്ഞ പോലെ ഈ ഒരു ഇരിപ്പിനൊരർത്ഥമാണ്. പലപ്പോഴും നമുക്ക് മാനസികമായ ചെറിയ താളം തെറ്റലുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ ഇരിപ്പാണ് ഒരല്പനേരം ആത്മാർത്ഥതയോടെ ഇരിക്കുമ്പം താഴ്ന്ന തല ഉയരുകയും ആ കൈകളിൽ ബലം കിട്ടുകയും ഇരുന്നിടത്തിരുന്ന് എഴുന്നേറ്റ് ഒരു 5 തവണ നമ്മൾ നടക്കുന്നു പലപ്പോഴും. എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ തളർന്നിരുന്നത് അവിടെ നമ്മുടെ കയ്യിൽ ആരോ ശക്തി നൽകിയിരിക്കുന്നു. പ്രേയർ മനോജ് കുമാർ സാർ പറഞ്ഞ 100% ശരിവെക്കുന്നതാണ് എൻ്റെ ചിന്തകൾ. ഞാൻ എല്ലാ സൺഡേസിലും ഇവിടെ ചർച്ചിൽ പോകും. അത് എൻ്റെതായ നിയോഗങ്ങളും എൻ്റെതായ പ്രാർത്ഥനകളുമാണ്.
ഒരു തെറപ്പിസ്റ്റ് എന്ന നിലയ്ക്കോ ഇപ്പൊ എൻ്റെ പ്രാർത്ഥനകൾ ദൈവമേ ഈ കഴിഞ്ഞ തവണ വന്ന അവരിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരയണമേ എന്നാണ്. അവിടെ വരുന്ന ആളുകളോട് എൻ്റെ റൂമിൽ ജീസസ് ക്രൈസ്റ്റിന്റെ തിരുഹൃദയത്തിന്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നെഞ്ച് തുറന്നു കാണിക്കുന്ന ചിത്രം, അവിടെ ഒരു പടം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഗുരുനാഥൻ ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം റൂമിൽ വന്ന് ഈ റൂം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ആ ജീസസ് ക്രൈസ്റ്റിന്റെ ആ പടം വെക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുകയില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, പല മതത്തിലുള്ളവർ ഇവിടെ വരുമ്പോ ജീസസ് ക്രൈസ്റ്റിനെ മാത്രം കാണുന്നു, അവർക്കതിൽ അരോചകത്വം ഉണ്ടാവില്ലേ? ഒരു നിമിഷം ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു, സർ, ഞാൻ വിശ്വസിക്കുന്ന ഒരു നായകന്റെ പടമാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. വരുന്നവരാരും അവിടെ വിശ്വസിച്ചുകൊണ്ട് വരണ്ട, എന്നെ വിശ്വസിക്കുക, ഞാൻ അവിടെ നിന്നാണ് അനുഗ്രഹങ്ങൾ തേടുന്നത്. ഒരാള് വരുമ്പോ അകത്തേക്ക് വരാൻ പറയുന്നതിന് മുമ്പ് അവർക്ക് പുറത്ത് സീറ്റുണ്ട്, ഞാൻ കതക് തുറന്ന് ആ ഈശ്വരനോട് ഒരു വാക്ക് പറഞ്ഞിട്ടേ ഞാൻ തുടങ്ങുകയുള്ളൂ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം അതും ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രാർത്ഥനക്ക് ഇപ്പൊ എൻ്റെ വീട്ടിൽ എല്ലാ വൈകുന്നേരവും കൃത്യം 7 മണിക്കാണ് പ്രാർത്ഥന. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഒരു മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ ശേഷമോ നിങ്ങൾ അത് ചെയ്യൂ. അപ്പൊ ഞാനും കൂടാം, ഞാനും ചെയ്തിരുന്നതാണ്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു സമയം ഫിക്സ് ചെയ്താ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ അവരുടെ പ്രെയർ കഴിയും, 8 മണിക്ക് കഴിയും പ്രെയർ. ആ നിമിഷം ഇവിടെ തന്നെ ഇരുന്ന് കണ്ണുകളടച്ച് സൈലന്റായി ഒന്നും പറയുന്നില്ല, വെറും സൈലൻസ്. ആ സൈലൻസിലൊരു മെഡിറ്റേഷൻ ഉണ്ട്, അതിലൊരു പ്രാർത്ഥനയുണ്ട്. സാർ ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. 2 മണിക്കൂറും 1 മണിക്കൂറും ഒന്നും വേണ്ട ഇതിന്, 1 മിനിറ്റ് മതി. ആത്മാർത്ഥമായ ഉള്ളിൽ തട്ടിയ ഒരു ചിന്തയാണ് എങ്കിൽ അത് നടന്നിരിക്കും. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു, ധോണിയില് 2 മരങ്ങളാണ് വീണത്, അതിന് നടുക്കൊരു കാർ ഈ മരം വീഴുന്നതിന് മുമ്പ് കടന്നു, ആ മരം വീണതിന് ശേഷമാണ് അവിടെ എത്തിയത്. ആരാണ് സാർ അവരെ പ്രാർത്ഥിച്ച് കയറ്റിവിട്ടത്? ഈശ്വര സാന്നിധ്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അത് പ്രാപിക്കുക എന്നുള്ള കർമ്മം നമ്മുടേതാണ്. നമ്മുടെ മുന്നിലുള്ളത് എടുക്കാനുള്ളത് നമ്മുടെ ധർമ്മം മാത്രമാണ്. പലരും പറയുന്നത് കേട്ടിട്ടില്ല, എത്ര കാലമായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ലേ? വിശ്വാസത്തിന്റെ കുറവാണ്. നിങ്ങളുടെ ഉള്ളിലെ ഉറച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ചെയ്യൂ. മനോജ് സാർ പറഞ്ഞു, നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ബൈബിളിലെ വാക്യങ്ങൾ കൂട്ടിയതാണ് സാറ് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മുട്ടുവിൻ, നിങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. ഞാൻ നിർത്തുകയാണ് സാർ, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. മനോജ് സാർ, ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വേണുഗോപാൽ സാർ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഇത്രയും ശാസ്ത്രീയമായ സത്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പിന്നിലുണ്ടെന്നുള്ളത് സത്യം ഇപ്പോൾ മനോജ് സാർ പറഞ്ഞു തരുന്നപ്പോഴാണ് മനസ്സിലായത്. അതിന് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വശങ്ങളുണ്ടെന്നും പ്രാർത്ഥനയ്ക്ക് ഇന്ന ഗുണങ്ങളുണ്ടെന്നും സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഇന്നർ പീസാണ്. പിന്നെ നമ്മളെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ എന്താ പറയുക, എമ്പതി ഇത് കീപ്പ് ചെയ്യുക. പിന്നെ ഇതിന് സ്പിരിച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സഹായിക്കും. പിന്നെ പ്രാർത്ഥനയുടെ മറ്റു വശങ്ങൾ നമ്മൾ അതിൽ കംപ്ലീറ്റ് ഇൻവോൾവ് ആയിക്കൊണ്ട് ഫുൾ വിശ്വാസത്തോടെ സിൻസിയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് ഇപ്പോൾ മനോജ് സാറിൻ്റെ ഈ സെഷനിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മനോജ് സാറിനും ഈ സെഷൻ ഇവിടെ സംഘടിപ്പിക്കാൻ സഹായിച്ച സാബു സാറിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സാർ. മോഹൻദാസ് സാർ, സാർ അൺമ്യൂട്ട്. ഓക്കെ.
ആദ്യമായിട്ട് ഷാബു സാറിന് നന്ദി. ഇന്നലെ ഞാൻ എഴുതിയൊരു മാഗസിന് കൊടുത്ത ഒരു ആർട്ടിക്കിൾ ഞാൻ അറിയാതെ തന്നെ അവർ കുറെ എഡിറ്റ് ചെയ്തിട്ട് 6 പേജുള്ള 2.5 പേജാക്കി ഇട്ടു. ഒരു ലൈബ്രറി എത്രയായിരുന്നു 70 മുതൽ അത് എഡിറ്റ് ചെയ്യുന്ന അത് കുറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, കേൾക്കുന്നില്ലല്ലോ ശരി. മോഹൻദാസ് സാറിനെ കേൾക്കാൻ പറ്റില്ല. സാറിന്റെ ഫോണിന് ഒരു ചെറിയ ഡിസ്റ്റർബൻസ്. സിസ്റ്റം സിസ്റ്റം നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു ഇന്നലെ. അപ്പൊ ഇന്ന് വൈകിട്ടൊക്കെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞിട്ടൊക്കെ ഇത്തിരി ഒന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് പെട്ടെന്ന് ഇത് കണ്ടത്. ഓഫീസിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ വിട്ടുപോരുത്, ഇത് കണ്ടിന്യൂ ചെയ്ത് പ്രോസസ്സായിട്ട് കൊണ്ടുപോകണം. അതിലേക്ക് ഷാബു സാർ എന്താ ചെയ്യുന്നു എന്നുള്ളത് പറയാം. രാവിലത്തെ മെഡിറ്റേഷനിൽ കൂടി പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിക്ക്, അല്ല വേറെ രീതിക്കാണെന്നുണ്ടെങ്കിൽ അതിനും കൂടി കാണാം. ഇത് 1-2 ദിവസം കൊണ്ട് ആവുന്നതല്ല, അത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊണ്ട് വരേണ്ടതാണ് എന്നുള്ളതുണ്ട്. ഇന്നൊരു ബേസ് ആയിട്ടേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ ഒരു സ്കെൽറ്റൻ ആയിട്ടേ ഉള്ളൂ എന്നൊരു അപേക്ഷയുണ്ട്. അത് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. നമുക്ക് അന്ന് 21 പേരുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളവർക്ക് അതൊരു മനോജ് സാർ കേട്ടോ, കണ്ടിന്യൂ ചെയ്യുന്നു, അതുകൊണ്ട് നിർത്തരുത്. നമുക്കത് ആലോചിക്കാവുന്ന വിഷയമാണ് സാർ. തീർച്ചയായിട്ടും നമ്മൾ അത് ഒരു ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഗാധമായ, ഇപ്പം എനിക്ക് മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് എന്താണ് ക്ലാസ്സൊക്കെ എടുക്കാൻ കഴിവുള്ള അനേകം പേരുണ്ട്. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ട് സഹകരിച്ച് പോകുന്ന ഈ തീം വെച്ചുകൊണ്ട് തന്നെ പലർക്കും അങ്ങനെ ഈ ഒരേ സബ്ജക്റ്റ് തന്നെ, എനിക്ക് അങ്ങനെ കൊണ്ടൊരു സജഷൻ ഉണ്ട് സാർ. ഒരു പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു തീം പലരും വന്ന് ഓരോ എപ്പിസോഡ് ചെയ്യുക, നമുക്ക് പലരെയും ഇൻവൈറ്റ് ചെയ്യാം. ഡെയിലി ഓരോ സബ്ജക്റ്റ് നമുക്ക് വെച്ചിട്ടുണ്ടല്ലോ. അതെ 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 അല്ല, ഒരേ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ പലരെ കൊണ്ട് നമ്മൾ ആ ഒരു റൊട്ടേഷൻ വൈസായിട്ട് എങ്ങനെയെങ്കിലും മോഹൻദാസ് സാർ പറഞ്ഞ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു സജഷൻ തന്നെയാണ് അത്. നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. സാറിൻ്റെ ഇവിടെ മറ്റ് ഇരിക്കുന്ന പുതിയതായിട്ട് വന്ന കുറച്ച് പേര് ഇതിനകത്തുള്ളവരുടെ അറിവിലേക്ക് പറയാം. നമ്മുടെ മോഹൻദാസ് സാറിൻ്റെ ഒരു സെഷൻ ഈ എല്ലാ ഫ്രൈഡേയിലും വളരെ മനോഹരമായൊരു സെഷനാണ്. സാബു സാറ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർക്ക് കുറച്ചുകൂടെ ചിലപ്പം വികാസ് ഒക്കെ അത് അറിയുമെന്ന് തോന്നില്ല. ആ സെഷൻ വളരെ നല്ല എവറി ഫ്രൈഡേ അത് മോഹൻദാസ് സാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു സീരീസായിട്ട് സാർ എത്ര എപ്പിസോഡുകളായിട്ട് ചെയ്യുന്ന ഒരു നല്ല ഒരു തീമാണത് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എല്ലാ ദിവസവും ഓരോ തീമാണ് ചെയ്യുന്നത്. തിങ്കളാഴ്ച നമ്മൾ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ചൊവ്വാഴ്ച സ്റ്റോറിയാണ്. ബുധനാഴ്ച മൈൻഡ്ഫുൾനെസ്സിൻ്റെ മെഡിറ്റേഷനാണ്. അത് 100-ലധികം ദിവസമായി നമ്മൾ ആഴ്ചകളായി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വ്യാഴാഴ്ച നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ്. വെള്ളിയാഴ്ച മോഹൻദാസ് സാറിൻ്റെ തിരുക്കുറലാണ്. അത് നമ്മളൊരു ടീമാണ് ചെയ്യുന്നത്. 10 ഇരടികൾ, ഏകദേശം 5-6 പേര് കൂടി ചേർന്നിട്ടാണ് അത് ചെയ്യുന്നത്. ശനിയാഴ്ച നമ്മൾ എന്തെങ്കിലും ഒരു അവയർനെസ്, ഇതുപോലെ സ്പെഷ്യൽ അവയർനെസ്. സൺഡേയിൽ നമ്മൾ മ്യൂസിക്കാണ്, മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള പാട്ടുകൾ പാടാനുള്ള ഒരു വലിയ അവസരം. അപ്പോൾ ഇങ്ങനെ ഓരോ തീമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും, എങ്കിലും പൊതുവെ ഏതാണ്ട് കൺസിസ്റ്റൻ്റ് പോകും. ഓക്കെ, ഇനി ജോഷി സാർ അഡ്മിറ്റ് സാർ. സാറേ നമസ്കാരവും അതോടൊപ്പം ചേർത്ത് നന്ദിയും അറിയിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്ന 2 കാര്യങ്ങൾ പ്രാർത്ഥനയെ പറ്റി
ഒന്ന്, പ്രയർ ഈസ് പവർ. ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് പറയാനായിട്ടുമുണ്ട് വാസ്തവത്തിൽ. മറ്റൊന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള സംഭാഷണമാണ്. സംഭാഷണം എന്ന് പറയുമ്പം ഒരാൾ മാത്രം സംസാരിക്കലല്ല. പലപ്പോഴും നമ്മൾ ഞാൻ ഇഷ്ടപ്പെടുന്ന നിർവചനവും ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് പലപ്പോഴും ആളുകള് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ദൈവത്തിനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുക. നീ അത് ഓർക്കുന്നുണ്ടോ? എനിക്കിത് വേണ്ടതല്ലേ? ഈ രീതിയിൽ പറയുന്ന ഒരു തരം അങ്ങോട്ട് അയക്കുന്ന ഒരു രീതിയായിട്ടാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന അത് ഈ മിസ്റ്റിക്കായിട്ടുള്ള അവിലായിലെ സെന്റ് തെരേസ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അവിടുത്തെ മുമ്പിൽ ഇരിക്കുകയും അവിടുന്ന് പറയുന്നത് കേൾക്കുകയും. ആദ്യം അതാണ് പരിപാടി. അപ്പോൾ നിശബ്ദതയിൽ കേൾക്കുക, നിശബ്ദതയിൽ നമുക്കുള്ളത് പറയാം. അവിടെ ആവലാതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്രയർ എന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇന്ന് സാറ് അവതരിപ്പിച്ച ഇന്നത്തെ ആകത്തുക മനസ്സിലാക്കുന്നത്. വേറെയും ധാരാളം ആളുകൾ പ്രയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, മറ്റ് മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. വലിയ വലിയ ഈ മിസ്റ്റിക്കുകളായിട്ടുള്ള ആളുകൾ ധ്യാനവും അതുപോലെ ഈ അത്തരത്തിലിരുന്ന് ലോക വ്യാപാരങ്ങൾ വളരെ 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 കുറച്ച് ഇരുന്നുകൊണ്ട് ധ്യാനാത്മകമായി ഇത്തരം കാര്യങ്ങൾ സംഭാഷിച്ചവരുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തരും പറയുന്നതിന് അതിൻ്റെതായ തലമുണ്ടാകാം. എങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രാർത്ഥന ഒരു ശക്തിയാണ്. സാർ അതും വളരെ ഊന്നി പറയുകയുണ്ടായി. അത് തന്നെ ഇന്ന് ആ ഒരു ആശയത്തെ ചില ആളുകൾ അത് സൈക്കോളജിയുടെ തലത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിൽ അത് അങ്ങോട്ട് ആഗ്രഹിച്ചു കഴിയുമ്പോൾ പ്രകൃതി പോലും നമുക്ക് കൂടെ വരും എന്ന് പറഞ്ഞത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും അടങ്ങാത്ത ആ ഒരു തീഷ്ണതയിൽ നിന്നും ബോധ്യത്തിൽ നിന്നും അതിലുപരിയായി സമർപ്പണത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഈ പവർ അനുഭവിക്കാനായിട്ട് ഒരുപക്ഷെ സാധിക്കും. പക്ഷെ അതിനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. അതിനാണ് ഈ ശാന്തതയും ധ്യാനവും. ഒച്ചപ്പാടും ബഹളത്തിന്റെയും ഒരുപാട് ആവശ്യമില്ല. അത് ഈ അടുത്ത കാലത്ത് ചില ഇടങ്ങളിൽ അത് ബഹളത്തിന്റെ ഒരു വലിയ കോലാഹലത്തിന്റെ ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതിനെയും ബൈബിൾ പിന്നെ പ്രത്യേകിച്ച് സെയിന്റ് പോൾ അത് പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവം കോലാഹലത്തിന്റെ ദൈവമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇതൊക്കെ ഓരോ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നും ഓരോരുത്തർ ഡെവലപ്പ് ചെയ്ത് ഓരോന്നും എടുക്കുന്നു. ചിലർക്ക് അതാണ് ഭയങ്കരമായ ഇഷ്ടം. ഒച്ചപ്പാടും ബഹളവുമാണെങ്കിൽ അത് സ്വീകരിച്ചോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കാറുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. അതിന് ഒരു ഡയമെൻഷൻ ഉണ്ടാകുമായിരിക്കും. കാരണം വലിയ കാടൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ, അല്ലെ ഞങ്ങളിവിടെ വള്ളമൊക്കെ വലിച്ചു കയറ്റുമ്പോൾ, അല്ല മരമൊക്കെ പിടിച്ചങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആളുകൾ ഒച്ച വെക്കും. അയ്യടാ അയ്യടാ പൊന്നെ എന്നൊക്കെ അങ്ങോട്ട് ഒച്ച വെക്കുമ്പോൾ അത് ബാക്കിയില് അപ്പൊ ഒച്ച വെച്ചാലേ അവിടെ ആ കാര്യം നടക്കത്തുള്ളൂ. അപ്പൊ വേറെ ചിലങ്ങളിൽ ഒച്ച വെച്ച കാര്യം നടക്കത്തില്ല. വളരെ കീപ് സൈലൻസ്. ഈ കത്തോലിക്ക വിഭാഗക്കാരുടെ ഇടയില് നിത്യാരാധന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു തരം ശബ്ദവും ഇല്ല. വളരെ വളരെ സൈലൻസ് ആണ്. ഞാൻ ഡൽഹിയില് ഈ ലോട്ടസ് ടെമ്പിളിൽ പോയപ്പോഴും അത് കണ്ടു. വളരെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ശക്തിയുണ്ട്. അപ്പൊ നമുക്കത് പരിശീലിക്കാം. അതിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് പരിശീലിക്കുക. സാർ ആ ഒരു ലൈനിലൂടെ അധികമായിട്ട്
ചിന്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഭാവിയുണ്ട്, നന്മയുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. അത് തീർച്ചയായിട്ടും സാറിന്റെ തോട്ട് അവിടെ ഈ പറഞ്ഞതുപോലെ ഇനിയും തുടരണം. പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ. ഇത് ആരുടെയും കുത്തകയല്ലല്ലോ. തീർച്ചയായിട്ടും സാറിന്റെ ആ ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു നല്ല വേദിയാണിത് ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇപ്പൊ പലർക്കുടെയും അഭിപ്രായം അനുസരിച്ച് എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അതിൽ സാറ് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തുകൊള്ളുക. പിന്നെ സാറ് പറഞ്ഞതുപോലെയും ഇതിൽ ഈ ആശയങ്ങളെ പിന്നെ വിപുലീകരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ആ ക്ലാസ് തന്നെ ആ രീതിയിൽ മറ്റാർക്കെങ്കിലും കൂടിയൊക്കെ കോംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതൊക്കെ തനിയെ സ്വാഭാവികമായി അത് വളർന്നു വന്നോളും. സാറ് തുടരുക. നമ്മുടെ തിരുക്കുറൾ ആദ്യം ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു സംഭവമാണ്. അതിപ്പോ ഇന്ന് ധാരാളം പേര് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്തോളും. വളർച്ചയ്ക്കും നല്ലത്. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. ഞാനിപ്പോ ക്ലാസ്സിൽ അമ്മയെന്ന് വെച്ചേ. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായും വളരെ കറക്റ്റാണ്. ഓരോക്കെ ഓരോ വേർഷൻ ഉണ്ട്. എൻ്റെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഗ്രാറ്റിറ്റ്യൂഡാണ് എൻ്റെ ഏറ്റവും പറ്റിയ വേർഷൻ തോന്നുന്നു. ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെയാണ്, അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് സ്വീകരിക്കണം, കൊടുക്കണമെങ്കിൽ ഒരു സൈലൻസ് അത്യാവശ്യമാണ്. നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയോ പിടിവാശി പിടിക്കുകയോ ഒന്നുമല്ല. അതൊരു നമ്മുടെ ബ്രീത്തിൻ്റെ സിസ്റ്റം തന്നെയാണല്ലോ. ബ്രീത്ത് അകത്തേക്ക് പുറത്തേക്ക് വന്നാൽ അവിടെ ഒരു സൈലൻസ്, അതുപോലെ തന്നെ അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സിമ്പിളുണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെ അല്ലല്ലോ, ഏത് ദൈവമാണെങ്കിലും. ഇറ്റ്സ് എ നാച്ചുറൽ പവർ, അല്ലേ? അപ്പോൾ നമ്മൾ എത്രയൊക്കെ ദൈവങ്ങളുണ്ടെങ്കിലും സൂര്യനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. എവറിതിങ് വിൽ ബി ഓ. അപ്പോൾ എന്ന് പറയുന്ന പോലെ അപ്പോൾ അവിടെ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. അജിത എന്ന് പറയുന്നു. അജിത കേൾക്കാം. അല്ല, സാറ് പറഞ്ഞ ഞാനൊരു കാര്യം കൂടെ ആരും പറയുന്നില്ലെങ്കിൽ പറയാനുണ്ട്. ഞാനൊന്ന് പറയാം. സാറൊന്ന് പറഞ്ഞോട്ടോ, അൽകുമാർ സാറൊന്ന് പറഞ്ഞോട്ടോ. പറഞ്ഞു. മനോജ് സാർ ഇത്രയും നല്ല രീതിയിൽ ഒരു സെഷൻ എടുത്തിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു അഭംഗിയായി പോവും എന്നുകൊണ്ട് ഞാൻ പറയാം. എല്ലാവരും യോഹന്നാൻ സാർ ഉൾപ്പെടെ, ജോഷി സാർ ഉൾപ്പെടെ എല്ലാവരും ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ സാബു സാർ ഓൾറെഡി പറഞ്ഞു വെച്ചു. എന്തായാലും സാറിൻ്റെ ക്ലാസ് പൊതുവെ എല്ലാം ആ പ്രെയർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മെഡിറ്റേഷനും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളതിൽ ചേർന്ന് ലയിച്ച്, ഞാനത് കിടന്നുകൊണ്ടാണ് കേട്ടത്, കണ്ണുമടച്ചുകൊണ്ട്. നല്ല അടിപൊളിയായിരുന്നു സാറിൻ്റെ മെഡിറ്റേഷനും. സാറ് പിന്നെ ഒരു കാര്യം ആദ്യം പറഞ്ഞു, നമ്മൾ മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് സാർ ആ കാര്യങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊക്കെ പറഞ്ഞപ്പോഴേ നമ്മുടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ സാറ് പിന്നെ അവിടെ പറഞ്ഞു വെച്ചത്, സത്യത്തിൽ ഇത് നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ എല്ലാം വലുത് ഹയർ യൂണിവേഴ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വെച്ച ദൈവമായിട്ട്, അദ്ദേഹവുമായിട്ട് നമ്മൾ ലയിച്ച് ചെയ്യുക, അലൈൻ ചെയ്യുക. എന്നിട്ട് അതായത് നമ്മുടെ മനസ്സും അങ്ങോട്ട് ആ മനസ്സുമായിട്ട് ലയിച്ച് ചേരുക എന്നുള്ളതാണ്. സാർ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഞാനും മനസ്സിൽ വിചാരിച്ച പോലെ ഇതുവരെ നേടിയ കാര്യത്തിന് കൃതജ്ഞത നമ്മൾ പറയണം. അപ്പോൾ അതോടൊപ്പം തന്നെ നേടുമെന്ന പൂർണ്ണ വിശ്വാസമാണ് എല്ലാത്തിലും. ഈ പ്രാർത്ഥനയിലായാലും ഇതിലൊക്കെ ആത്മാർത്ഥമായ വിശ്വാസം, അതിലൊരു സംശയമില്ലാത്ത വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പം കാര്യം നേടും എന്നുള്ള വിശ്വാസവും അത് ഉണ്ടായെങ്കിൽ നമ്മൾക്ക് ഈ കാര്യം നടക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതായത് എനിക്കിപ്പോൾ ആരോഗ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് ആരോഗ്യം ഉണ്ടായതിനായി നന്ദി. സാർ ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞു വെച്ച് ആ രീതിയിൽ തന്നെ ഇവിടെ നല്ല രീതിയിൽ സാറ് ഇവിടെ എല്ലാം പറഞ്ഞു വെച്ചു. എന്തായാലും നമുക്കൊക്കെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കാറുണ്ട്. നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മുടെ ദുഃഖങ്ങളും അതുപോലെ ഭാരങ്ങളും എല്ലാം ദൈവത്തിങ്കിലേക്ക് നമ്മൾ വിശ്വസിക്കുന്ന സാറുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളില്ല, നമുക്ക് യൂണിവേഴ്സ്, ദൈവം, നമ്മുടെ ക്രിയേറ്ററിലേക്ക് സമർപ്പിക്കുക. അതിൽ നമുക്കൊരു നിർവൃതി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമുണ്ട്.
അപ്പം അങ്ങനെ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അങ്ങ് സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയും ഒരു ഇന്നർ പീസ് നമുക്കുണ്ടാകുകയും ചെയ്യും. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും നീക്കുപോക്കുണ്ടാകും. ഒരു കാര്യത്തിലും നമ്മൾ നിരാശപ്പെടേണ്ട. നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴാണ് സൂയിസൈഡ്, ആത്മഹത്യയിലേക്ക് പോകുന്നത്. അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകേണ്ടതില്ല. നമുക്കത് പറഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് വളരെ ഒരു ആശ്വാസമാണ്. ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ നേടുന്നതിന് വേണ്ടി ഈ പ്രെയറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്. അതിനപ്പുറമേ ഉള്ളൂ ബാക്കി, അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളത്. അവർക്ക് മെഡിറ്റേഷന്, ബ്രീത്തിങ് എക്സസൈസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. എന്തായാലും സാറേ നല്ല അടിപൊളി ഒരു ക്ലാസ് ആയിരുന്നു. പ്രെയറിനെ പറ്റി എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരും നമ്മൾ മിക്കവരും ചെയ്യാറുള്ളതുമാണ് പ്രെയർ. ഓക്കെ, സാറിനും എൻ്റെ അഭിനന്ദനങ്ങൾ. സാറ് വാദ്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിലൊരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്, അവറോളജി. നമ്മുടെ ക്ലാസ്സിൽ എനിക്കൊരു 4-5 ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിട്ടൊരു മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്പിരിച്വൽ തോട്ട് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കേട്ടു നോക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സ്പിരിച്വാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്, പക്ഷെ അത് അതിമനോഹരമാണ്. എനിക്ക് തോന്നുന്നു 5-6 ക്ലാസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കുള്ളൂ. സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹയർ ലെവലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കൺവെൻഷണൽ കോൺസെപ്റ്റേ അല്ല, വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ ജോർജ് സാർ. താങ്ക് യു സാബി സാർ. മനോജ് സാറേ, പ്രത്യേക അഭിനന്ദനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർ കൈവയ്ക്കാൻ മടിക്കുന്നത്, പറയാൻ മടിക്കുന്നതായ കാര്യം. പ്രെയർ എന്ന് പറഞ്ഞാൽ ആദ്യമേ മതമാണ് അതിൻ്റെ തൊട്ട് ചേർന്ന് മുഴച്ച് നിൽക്കുന്നത്. ഇതതിൻ്റെ പിറകിലൊന്ന് ഒതുക്കി വയ്ക്കും. പിന്നെ അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊക്കെ തകർത്തി കളയണം എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു വിഭാഗം യങ് ജനറേഷൻ ഒരു ദൈവത്തിലും ഒരു വിശ്വാസത്തിലും ഇല്ല. മറിച്ച് ചിലത് അതിതീവ്രവാദം ഇങ്ങനെ രക്തത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ ഇങ്ങനെ വളർന്നു വന്ന സാഹചര്യം, കേട്ട് ശീലിച്ചത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ആ ശീലങ്ങളോട് കൂട്ടി സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കും, ഒരു പുനർചിന്തന ആവശ്യമില്ലേ? വെറും ജൽപ്പനം മാത്രമല്ലല്ലോ പ്രാർത്ഥന. ആ വിധത്തിലൊക്കെ നോക്കുമ്പോൾ സാറേ ഉപകാരപ്പെട്ടു എന്നുള്ളതിന് പ്രത്യേകം നന്ദി അറിയിക്കുക. പിന്നെ സാറ് പറഞ്ഞതുപോലെ ബൈബിളിൽ ഒരു കോട്ട് പറഞ്ഞല്ലോ, മുട്ടുവിൻ തുറക്കും, യാചിപ്പിൻ കിട്ടും. ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ കേട്ടു, തുറക്കുന്നതുവരെ മുട്ടുവീൻ, ലഭിക്കുന്നതുവരെ യാചിപ്പീൻ എന്നൊരു പ്രഭാഷണത്തിൽ കേട്ടതാണ്. അതിന് മൂല്യകൃതി അങ്ങനെയാണ്. അത് പരിഭാഷ നടത്തിയപ്പോഴാണ് ഇങ്ങനെ ലോപിച്ചു വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കും എന്ന് ഉള്ള സത്യം സാർ ആവർത്തിച്ച് ശാസ്ത്രീയമായി തന്നെ പറഞ്ഞു. വളരെ വളരെ ശരിയാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളും അനുഭവസ്ഥനാണ്. പക്ഷെ അത് സ്ഥായിയായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ പലപ്പോഴും കഴിയാറില്ല. ആ ഒരു അനുഭവത്തിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ മാത്രമായിട്ട് അത് വിട്ടു പോയി കഴിഞ്ഞു. പിന്നെയും പഴയ ആ ഒരു ശീലം നമ്മളറിയാതെ നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നല്ലോ. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും സാറേ, നമുക്കിങ്ങനെ തട്ടി ഉണർത്താൻ, അതാണല്ലോ നമ്മുടെ പല ക്ലാസ്സുകളും നമ്മൾ അറിഞ്ഞതും കേട്ടതും എന്നുള്ളതിനേക്കാൾ ഉപരി അതിനൊരു ശുദ്ധീകരണവും ഒരു പുനഃക്രമീകരണത്തിനും ഒക്കെ ഉപകാരപ്പെടും. സാറ് മുൻകൈ എടുത്ത് അങ്ങ് നീങ്ങണം. അപ്പോൾ കുറേ ആളുകൾ ആരെങ്കിലും വന്നാൽ ആ കൂട്ടത്തിൽ ആയിക്കോട്ടെ, തോളോടൊന്ന് തോള് താങ്ങി പിടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പിടിക്കും എന്നുള്ള ധൈര്യം സാറിനുണ്ട്. സാറിൻ്റെ ഓരോ ക്ലാസ്സും വളരെ ഇന്നോവേറ്റീവാണ്. നന്നായിരിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ശരിയാണ് സാർ. ഈ പ്രെയറിൻ്റെ മോണിറ്റൈസ്ഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ഒരു മോണിറ്റൈസേഷൻ്റെ ഒരു കവറിങ് ഉള്ളത് കൊണ്ട് ഈ സയൻറ്റിഫിക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് കോൺസെപ്റ്റൊക്കെ അങ്ങ് പോയി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതിലേക്ക് വരും. ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്കിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സാർ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് മുട്ടിക്കൊള്ളാൻ. അപ്പോൾ അത് മോണിറ്റൈസ്ഡ് കവറിലേക്ക് കറക്റ്റായിട്ട് കയറുകയുള്ളൂ. ഉലയനൻ സാർ എന്തോ പറയാൻ വന്നത്? ഈ പ്രെയറിൽ ഒരു കാര്യം കൂടെ കൂട്ടണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പങ്കുവയ്ക്കുക. നമുക്കെല്ലാം തികഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒക്കില്ല. ആവശ്യക്കാർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നാം ഉപയോഗിക്കാൻ വെച്ചതാണെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുക.
ആ പങ്കുവെക്കൽ തന്നെ ഒരു പ്രയറായിട്ടാണ് ഞാൻ കാണുന്നത്. മനോജ് സാർ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സാറേ, സാറ് പറഞ്ഞ നമുക്ക് എന്താണ് ഷെയറിങ് നമ്മുടെ എന്താണ് മാധ്യമങ്ങളിൽ കൊടുക്കാനാണല്ലോ എപ്പോഴും പറയുക. നമ്മൾ കൊടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലെ ഇതിൻ്റെ റിവ്യൂ, ഇതിൻ്റെ ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും ഒക്കെ കേട്ടപ്പോൾ എല്ലാത്തിനും പ്രയറിൽ കൂടി ഒരു ഉത്തരവുണ്ടെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മളിപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന്, അല്ലേ? ഒന്നിനും ഒരു ഉത്തരം ഇല്ലാത്ത കാര്യം ഇല്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ജോർജ് സാറും പറഞ്ഞു എല്ലാം വിശ്വാസമുള്ള. അപ്പോൾ ആ വിശ്വാസത്തോടെ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലോകത്തിൽ പോലും എല്ലാത്തിനുള്ളൊരു ഉത്തരമാണ് നമുക്ക് ഈ പ്രയറിൽ കൂടി കിട്ടുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ അഫർമേഷൻസും ഒക്കെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ പലതരത്തിലുള്ള അഫർമേഷൻസ് എന്താണ് അവർ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നു. അതിൻ്റെ പവർ അത്രമാത്രമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സയൻറ്റിഫിക്കലി പ്രൂവൺ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ ആയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും വളരെ സക്സസ്ഫുള്ളായിട്ട്, പ്രത്യേകിച്ചും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശക്തി ഉപയോഗിച്ച് തന്നെ, അതൊരു ഹിഡൻ പവർ, ഈ പറയുന്ന ദൈവശക്തിയൊക്കെ ആദ്യം ഉള്ളത് നമ്മളിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിലാണ് ആ വിശ്വാസം ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നത്. ദൈവ ചൈതന്യം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ പവറിൽ കൂടെ തന്നെ നമ്മളെ കൊണ്ട് തന്നെ പല കാര്യങ്ങളും വളരെ വളരെ എന്താണ് ശാസ്ത്രീയമായ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലോ അല്ലെ ശമനം കിട്ടുന്ന രീതിയിലൊക്കെ പ്രയറിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ രോഗം മാറ്റുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. അതെ, ഹീലിങ്ങിലേക്ക് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനർജി ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ സയൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ പ്രയർ അതിൻ്റേതായിട്ടുള്ള എനർജി കൊണ്ട് ഹീലിംഗ് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ ആ ബോധ മനസ്സിൻ്റെ കഴിവുകൾ, നമ്മളിലൊക്കെയുള്ള ആ കഴിവൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്, ആ ഹിഡൻ പവർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത്ര ശക്തമായ ഈ അഫർമേഷൻസൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പറയിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ കൊണ്ട് തന്നെയാണ് ശരിക്കും എന്താണ് ട്രീറ്റ്മെൻറ്റ് പോലും നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ സാബു സാറിനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വികാസ് സുരേന്ദ്രനും ഇതിന് ഒരുപാട് ഇതിനെക്കുറിച്ച് എന്താണ് അവബോധവും അറിവുള്ളവരൊക്കെയാണ്. അപ്പം പ്രയറിന് എല്ലാത്തിനും ഒരു ഉത്തരം തരാൻ കഴിയും. അതിൽ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അതിനകത്ത് മതവിശ്വാസങ്ങളൊന്നുമല്ല തന്നെയല്ല. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തിനും മേലെ കുടികൊള്ളുന്ന ആ ഹയർ പവറിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, പക്ഷേ എങ്കിലും എല്ലാത്തിനും ആധാരമായിട്ടുള്ള ആ പവർ ഇവിടെ ഹയർ ലെവലിൽ നമുക്ക് എല്ലാത്തിനും എന്താണ് പല കാര്യങ്ങളും, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെയും വളരെ ഈസിയായിട്ട് അതിൻ്റെ ഒരു ആൻസറോട് കൂടി നമുക്കത് കിട്ടിയെന്ന് കരുതിക്കൊണ്ട് തന്നെ ആണ്. ഇപ്പോൾ അനിൽകുമാർ സാറ് പറഞ്ഞു ശരിക്കും പല കാര്യങ്ങളും നമ്മൾക്ക് അങ്ങനെയാണല്ലോ, എനിക്കത് വേണമെന്നല്ല, എൻ്റെ ഓൾറെഡി ഉണ്ട്. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പല കാര്യങ്ങളും. അത് പ്രയറിൻ്റെ രൂപത്തിലാകാം, അത് നമ്മുടെ തന്നെ ഒരു ആഗ്രഹം. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞ എൻ്റെ ഈ പ്രസന്റേഷൻ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ കാണാൻ മാത്രമുള്ള ഒരു പ്രയറിനെ കുറിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു വളരെ വിശദമായിട്ട്. നമ്മൾക്ക് ആദ്യമായിട്ട് ഇപ്പം ഉരുളൻ സാർ അവസാനം പറഞ്ഞത് തന്നെ പോയിന്റ് അതാണല്ലോ, നമ്മൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാളും നമ്മളുള്ളത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ മാനുഷികത്വമെന്നും മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ. അതിൽ കൂടി ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഉത്തരമായി സാർ. ഈ 100% സാറിനോട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നത് 100%. ഹയർ കോൺഷ്യസിന്റെ ഒരു ചെറിയ രൂപമാണല്ലോ നമ്മളല്ലേ, നമ്മളങ്ങനെയാണല്ലോ പഠിക്കുന്നത് ഹയർ കോൺഷ്യസിന്റെ. അപ്പോൾ നമ്മളിൽ എല്ലാം എംബോഡി ചെയ്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ എന്താ നമുക്കില്ലാത്തത്? നമ്മളുടെ മനസ്സാക്ഷിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു വിലയിരുത്തൽ ഉണ്ടാകുക എന്നുള്ളത്. തെറ്റുകളൊക്കെ ഒരു മനുഷ്യനല്ലേ, നാച്ചുറലാണ്. പക്ഷെ അത് പെട്ടെന്ന് ഒരു റിസലിയൻസ് പവറിലൂടെ തിരിച്ചറിയുകയും അത് കോംപ്രമൈസ് ചെയ്യുകയും ഒക്കെ മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. ഒന്നും ചോദിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ, ചോദിച്ചിട്ടും എല്ലാം കിട്ടിയതാണോ ഇതെല്ലാം? അല്ലാതെ തന്നെ എല്ലാം പെർഫെക്റ്റായിട്ട് കയ്യിലുണ്ട്, പക്ഷെ അത് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അത്
കൂടുതൽ പ്രോഗ്രസ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ചെറിയ ഒരു ചേഞ്ച് നമ്മളുടെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ തന്നെ അത് പൂർണ്ണത്തിലേക്ക് എത്തും. സ്നേഹത മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? അജിത മാം, രമാവതി മാം പ്രാർത്ഥിക്കാറുണ്ടോ? സാറേ, ഞാൻ ക്ലാസ് കേട്ടില്ല, സോറി. കാരണം ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് ഇപ്പൊ വീട്ടിൽ കയറിയതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഞാൻ കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാരും പറഞ്ഞ പോലെ ഒരു പവറാണ് സാറേ അത്. നമ്മളിപ്പം ആ പവർ ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് രാത്രി വരെ നല്ല എനർജിയോട് കൂടിയിട്ട് ഒരു ദിവസം ജീവിച്ചാല് അത് ശരിക്കും അതിന്റെ നമ്മുടെ ഉള്ളിലെ ഒരു പവർ, അതിനെ എന്തായാലും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം മക്കള് പഠിക്കുന്ന സമയത്ത് മോളിപ്പം ഇവിടെ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലോറിലാണ് പഠിച്ചത്. അപ്പം സാധാരണയായിട്ട് പ്രാർത്ഥന, ഞാനും UP സ്കൂൾ കാസർഗോഡാണ് പഠിച്ചത്. അപ്പം സാധാരണ നമ്മള് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ പ്രാർത്ഥിക്കാൻ പറയുമ്പോ മോള് സ്കൂൾ വിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ അമ്പലം കാണുമ്പോൾ അവള് കുരിശ് വരക്കും. നമ്മളൊന്നും പറയില്ല, കാരണം കുട്ടി അങ്ങനെയാണ് പഠിക്കുന്നത്. അന്നേരം തന്നെ അമ്പലം കാണുമ്പോൾ അവള് കുരിശ് വരക്കും. അതുപോലെ തന്നെ സാബു സാറ് പറഞ്ഞ ആദ്യമായിട്ട് മനോജ് സാറ്, താങ്ക് യു. അതുപോലെ സാബു സാർ, അപ്പം സാറ് പറഞ്ഞില്ലേ സൂര്യൻ ഉദിക്കുന്ന, അതാ എനിക്ക് ക്ലിക്കായത്. കാരണം ഞാൻ കുറച്ചു മാസം മുന്നേ കന്യാകുമാരിയിൽ പോയിട്ടാകുമ്പോ നമ്മളിങ്ങനെ അസ്തമയം കണ്ട് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന 6:46 അങ്ങനെ എന്തോ ഒരു സമയത്ത് അതിങ്ങനെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തു നിന്നിട്ട്, ശരിക്കും പറഞ്ഞ ആ കാത്തു നിൽക്കുമ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ ജോസഫ് സാർ ആരോ പറഞ്ഞു ഇങ്ങനെ എല്ലാരും ഭയങ്കര സൈലന്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. അധികാലം അതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പം ബാക്കി അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളിയോ അല്ലെങ്കിൽ എല്ലാം പോയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളൊന്നും ഇതായില്ല. പക്ഷെ കുറെ തമിഴ്നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് സാറേ. അവരെ കയ്യിൽ എന്തോ ഒരു സംഭവം ഉണ്ട് സഞ്ചരി. ഞാൻ വെച്ച് ഇവരെന്താ ഇപ്പൊ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു സാറേ? അത് അരിമണികളായിരുന്നു സാറേ. ഈ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വരുമ്പോ ഇവരിങ്ങനെ എറിയ അരിമണി എറിയ, ഭഗവാനെ ഭഗവാനെ. അപ്പൊ സാബു സാറ് പറഞ്ഞ പോലെ അവിടെ ആ ഉദയം എന്നുള്ള ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അവസ്ഥ എന്തായിരിക്കും സാറേ? അപ്പൊ അതൊരു ശക്തിയല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ക്ലാസ് കേട്ടില്ല, ഞാൻ പിന്നീട് കേട്ടോളാം. എന്തായാലും സാറിന്റെ ക്ലാസ് അല്ലേ, നല്ല ക്ലാസ് ആയിരിക്കും. എനിക്ക് നഷ്ടമായി പോയി ഇന്ന് കേൾക്കാത്തത്. താങ്ക് യു സർ. ഓക്കെ, സ്നേഹത മാം, അജിത മാം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ സ്നേഹത മാം പറയൂ. ഞാനും ക്ലാസ് കേട്ടില്ല സാറേ, എന്നാലും പ്രാർത്ഥന ഞങ്ങളെ ഗ്രാമത്തിലൊക്കെ ഈ പാലം കയറാനായിട്ട് ഒരു കയറ് കെട്ടിയേക്കും. അപ്പം ആ കയറെ പിടിച്ചുകൊണ്ട് പാലത്തിൻ്റെ അക്കരെ പോവും. അപ്പോൾ കയറിൽ നമ്മൾ തൂങ്ങിക്കിടന്നെന്ന് വെച്ച് രക്ഷപ്പെടാനൊന്നും പോകില്ല, പക്ഷെ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു കോൺഫിഡൻസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുന്ന എല്ലാമൊന്നും നടക്കത്തില്ല, കുറച്ചൊക്കെ നടക്കും. അപ്പോൾ നടക്കാത്തതിന് ഗോഡ് ഹാസ് സം അതർ പ്ലാൻ ഫോർ യു എന്ന് വിചാരിക്കും. താങ്ക് യു സാർ. മനോജ് സാറേ, ഇപ്പോൾ സാറിന് കറക്റ്റായിട്ടുള്ള ആശയങ്ങളൊക്കെ കിട്ടി. ഇതെല്ലാം പെർസ്പെക്റ്റീവ് ആണെന്നും ഓരോ വ്യക്തികൾക്കനുസരിച്ച് അത് മാറുമെന്നും അല്ലേ? അപ്പോൾ ഇത് അനന്തസാഗരം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണെന്നും. തീർച്ചയായിട്ടും യെസ്, തീർച്ചയായിട്ടും അതെ. സാറ് ഇത് ഒരു ദിവസം ബാക്കിയാക്കി അല്ല, തീർച്ചയായിട്ടും സാർ, ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത സാഗരം പോലെ കിടക്കുന്ന സബ്ജക്റ്റാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് അറിവുകൾ പങ്കുവെക്കുന്നു, ഓരോരുത്തരുടെയും തരത്തിലുള്ള അതിനെക്കുറിച്ചുള്ള അവലോകനവും അവരുടെ പെർസ്പെക്റ്റീവ് ഒക്കെയാണല്ലോ ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമായി തന്നെ ഈ ആഴ്ച കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ് സാറ് തൽക്കാലം നിർത്തുകയാണ്. മാസത്തിൽ ഒന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ തേഴ്സ്ഡേയിലേക്ക് ഈ ക്ലാസ്സും കൂടെ കണക്ട് ചെയ്യും. അപ്പം ഒരു ക്ലാസ് സാറിന് മെഡിറ്റേഷൻ്റെ തലത്തിലെടുക്കാം. ചെയ്യാം. ഒരെണ്ണം ഇളങ്കോ സാർ എടുക്കാൻ, ഒരെണ്ണം മനോജ് സാറേ. അതുപോലെ ഞാനിപ്പോ 10-24 യുവതികൾക്ക് യോഗ ക്ലാസ് എടുക്കുന്നുണ്ട് 1 മണിക്കൂർ വൈകുന്നേരം. അപ്പം മെഡിറ്റേഷൻ ഒരു ദിവസം കൊടുക്കുമ്പോൾ അവരിങ്ങനെ, ഞാൻ പറഞ്ഞു കണ്ണടച്ചോളൂ, മനസ്സിൽ തന്നെ ചിന്തിച്ച് ചെറിയൊരു തരത്തിൽ ചെറിയൊരു വീഴ്ച വരുത്തുന്നുണ്ടോന്ന് തോന്നി. അതാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 3 പ്രാവശ്യം 100 to 1 വരെ എണ്ണെന്ന് പറഞ്ഞു. അപ്പൊ 1 മുതലാണോ? ഞാൻ പറഞ്ഞ അല്ല, 100, 99, 98. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പാടില്ല, നിങ്ങൾ മനസ്സിൽ എണ്ണിക്കോന്ന് പറഞ്ഞു. പിന്നെ അവര് ശരിയായി, അവര് പറഞ്ഞു.
അല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ വ്യാഴാഴ്ചകളിലൊക്കെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചൊക്കെ നടക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്തോരം അറിവുകളാണ് ഇളങ്കോ സാറ് വന്നിരുന്നത്, ആന്റണി സാറിന്റെ ക്ലാസ്സുകൾ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും വളരെ ഇൻഡെപ്ത് ആയിട്ട് അത് നമ്മൾ നമുക്ക് വലിയ തിരിച്ചറിവുകൾ തരുന്ന ക്ലാസ്സുകൾ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ കേൾക്കുകയും എന്താണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള കേൾവിയാണല്ലോ നമ്മുടെ ശ്രവണം എന്ന് പറയുന്നത്, അതുപോലെ മനനം, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് പഠിക്കുന്നു. അവസാനമാണ് ഈ നിധിധ്യാസനം എന്നൊക്കെ പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും പവർഫുൾ. നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങൾ അത്ര ശക്തമായിട്ട് മനസ്സിൽ പോയിട്ട് മനുഷ്യർക്കുണ്ടാകുന്ന പരിവർത്തനം ശരിക്കും മെഡിറ്റേഷനുള്ള പവർ അത് തന്നെയാണെന്ന് നമുക്കെല്ലാം മെഡിറ്റേഷനെ കുറിച്ച് ഇവിടെ അറിയാവുന്നവർ അത് തന്നെയാണ്. എങ്കിലും അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ നമുക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ, ഈ പ്രയറിൽ കൂടെ വരുത്തുന്ന അതേ ട്രാൻസ്ഫർമേഷൻ. ഇപ്പം ഉലവന്നാൻ സാറൊക്കെ എഴുതിയിട്ടുണ്ട്, സാറിനൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ച് എന്തോരം ബോധം, എന്തോ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാർ അത് ഈ സാറിൻ്റെ അടുത്ത് ഈ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്ന അതിൻ്റെ 75% അവരെ കൊണ്ട് തന്നെയല്ലേ സാറിനെ പോലുള്ള ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കഴിവ് ഉപയോഗിച്ച് അവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അവരിലുണ്ടാക്കുന്ന ചേഞ്ചസ്, അവരിലുണ്ടാക്കുന്ന ഈ ഹീലിംഗ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാനേ പറ്റത്തുള്ളൂ. അവർ സ്വയം തന്നെ അല്ലേ ഹീൽ ചെയ്യാൻ കഴിവുള്ള എത്രയോ പേരുണ്ട്. അവരിൽ ആ ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആ ഒരു പവർ, ആ ഒരു ശക്തി, അത് ദൈവചൈതന്യത്തും ആണെന്ന് വിശ്വസിക്കാനാണ് പലർക്കും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും പലരും പറയുന്നു, പല തരത്തിൽ പറയുന്നു, പല പേരിൽ പറയുന്നു. രൂപനാമങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജോഷി സാർ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒന്ന് തന്നെയാണ്. ഒരു ലോകത്തിലുള്ള ഒരു ശക്തി, എന്തോ ഉള്ള ഒരു ഹയർ ലെവലുള്ള പവറിൽ കൂടി അത് നമ്മളിലൊക്കെയും കുടികൊള്ളുന്നു. അത് നമ്മുടെ ചിന്തകളും വാക്കുകളിലും പ്രവർത്തികളിൽ കൂടിയൊക്കെ നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ കൂടുതലും കിട്ടുന്നതെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് എല്ലാ തരത്തിലുള്ള റിവ്യൂ ഒക്കെ പറഞ്ഞ് വന്നതിന് എല്ലാവർക്കും പ്രത്യേക എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറയുന്നു. അതുകൊണ്ട് ഒരു 10 സെക്കൻഡ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു മെഡിറ്റേഷൻ മൂഡിൽ കൂടെ തന്നെ നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഒരു 10-20 സെക്കൻഡ്സ് നമുക്ക് വീണ്ടും കണ്ണുകളൊന്നും അടച്ച് ഇന്ന് കേട്ട കാര്യങ്ങളെ ഒന്ന് ഓർക്കുക സാറേ, ഒരു മാത്രമേ സെക്കൻഡ്, ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് കിട്ടുന്നതിന് ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും വളരെ പ്രത്യേകതയുള്ള സാറേ. മനോജ് സാറിന് പ്രത്യേക ഒരു കൺഗ്രാജുലേഷൻസ് നൽകുകയാണ്. കാരണം എന്താ വെച്ചാൽ കേൾക്കുക മാത്രമല്ല, കേൾക്കുന്നതിനെ വളരെ കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. ഇപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെ അതുകൊണ്ടാണ്. കേൾക്കുന്നതിനെ എന്താ പറയുക, ട്രാൻസ്ഫോർമേറ്റീവായിട്ട് ചേഞ്ച് ചെയ്ത് അതിലൂടെ കൃത്യമായിട്ട് ഔട്ട്കം ഉണ്ടാക്കുക. സാറ് 27 സെഷൻ അല്ലെ, 27 28 ഇപ്പം ഇത് 28-ാമത്തെയാണ് സാർ. 28 സെഷൻ എടുക്കാൻ വേണ്ടി ആദ്യമൊക്കെ സാറിൻ്റെ ആ കോർ കണ്ടന്റിലായിരുന്നു നിന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി അല്ലേ, ജലം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി. കാരണം എത്ര വൈഡർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കിടക്കുന്നത്. നമ്മൾ കിട്ടുന്ന ഓരോ ദിവസത്തെ ഇൻഫർമേഷനും നമുക്കതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ദിവസം ഇങ്ങനെ കിട്ടുന്ന ഇതിനൊക്കെ നമ്മൾ അപ്പം സാറിനത് പ്രത്യേക കൺഗ്രാജുലേഷൻസ്. ഇത്രയോ സാർ ഇത് എഫേർട്ട്. പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യം എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി എൻ്റെ കസിൻ വികാസ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. വികാസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എനിക്കിത് പറയാനും എനിക്ക് അതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം, ഇതുമായിട്ട് ബന്ധമുള്ള ഒരു വിഷയം അടുത്ത സമയത്ത് കൈകാര്യം ചെയ്തിട്ട്, വളരെ കോംപ്ലക്സ് ആണെന്ന് ആദ്യം തോന്നിയ വിഷയം അതിൻ്റെ ശരിയായിട്ടുള്ള അപ്രോച്ചിൽ കൂടെ നമ്മുടെ ദീപയും ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു ശരിയായ ഒരു അപ്രോച്ചിൽ കൂടെ പോയിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് വലിയൊരു റിസൾട്ട് കിട്ടിയെന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. ഒന്നും നമ്മൾ ഈ പവർ ഉപയോഗിച്ച്, ഉലവന്നാൻ സാർ, ഈ പവർ ഉപയോഗിച്ച് നമ്മൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട്, അപ്പോൾ അതാണ് എല്ലാത്തിനുള്ള ഉത്തരം എനിക്കുണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ സാക്ഷ്യമായിട്ടാണ് ഞാൻ ശരിക്കും ഇതുപോലെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തേടി നടക്കുന്നത് എന്തോ, സാബു സാർ അങ്ങനെയും പറയാറില്ല, നമ്മൾ തേടി നടക്കുന്നത് എന്തോ നമ്മളെയും തേടി വരുന്നുണ്ട്. അത് നമ്മൾ ഏത് രീതിയിൽ പറയുന്നു, അത് ഏത് രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ അതിനെ എലിവേറ്റ് ചെയ്ത്, അത് തീർച്ചയായിട്ടും വികാസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ എന്തെങ്കിലും പറയാം. നിങ്ങൾ രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.
അത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എലിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഉണ്ടെന്ന് 100%. നമ്മൾ ഈ ഹയർ പവറിലേക്ക് മാറുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണത്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ അതെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ പറയുമ്പോൾ TA അഡൾട്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കാണാൻ പറ്റും വിഷ്വലായിട്ട്, ഈ പറയുന്ന ചേഞ്ചും ഈ. യെസ് പക്ഷെ പലപ്പോഴും നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ വീണു പോകും. അതൊക്കെ ശരിയാണ്, കുഴിക്കകത്ത് വീണു പോകും. അവിടുന്ന് ചാടി എഴുന്നേറ്റ് വരാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വൈകാതെ യോഗി മനോജ് കുമാർ എന്ന് അറിയപ്പെട്ടേക്കാം ഒരുപക്ഷെ. ഞാൻ മനോജയെ തന്നെ തുടരാനാണ് ജോർജ് സാറേ. എനിക്ക് ഞാൻ ഈ സാധാരണ അല്ല, സാറങ്ങനെ സാറ് തന്നെയായിരിക്കും, സാറങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ആരാധകര് അല്ലെങ്കിൽ ഇത് കേട്ട് വിലയിരുത്തുന്നവർ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയേക്കാം. കാരണം പോകുന്ന അങ്ങനെ ഒരു തലത്തിലേക്കായിട്ട് തോന്നും. അതെ അതെ. അല്ല സാറ്, ഞാനിപ്പോ സാർ എല്ലാവരും പറഞ്ഞതിൽ പ്രാർത്ഥന നമ്മൾക്ക് വേണ്ടിയിട്ടും അല്ലല്ലോ ജോർജ് സാറേ. നമ്മൾ പ്രാർത്ഥിക്കും. അനുഭവത്തിലല്ലേ, അനുഭവമല്ലേ ഏറ്റവും വലിയ ഗുരു. നമ്മൾ പ്രാർത്ഥന അത് നമ്മുടെ ഒരു സ്വാർത്ഥതയല്ലല്ലോ ശരിക്കും. പ്രാർത്ഥനയ്ക്ക് സാറേ നമുക്ക് അതുപോലെ അത് മനോജ് സാർ അതുപോലെ സ്കൂളുകളില് വലിയ അസംബ്ലി എല്ലാം നടക്കുമ്പോഴും എല്ലാം 2 കുട്ടികളെ 3 കുട്ടികളെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാവും. എന്ത് സൈലന്റ് ആയിട്ടാണ് സാറേ മറ്റുള്ള കുട്ടികളെല്ലാം നിൽക്കുന്നത്. അതന്നെ ഒരു ഇതല്ല. 2 അതെ 3 അതെ അതെ കുട്ടികൾ ആ അത് പ്രാർത്ഥന ചെല്ലുമ്പോ എല്ലാരും സൈലന്റ് ആണ്. അതെ അത് ശരിക്കും രമാവതി മാം പറഞ്ഞ കറക്റ്റാണ്. സൈലൻസ് തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലേ ഉലവനാൻ സാറ്? സാർ നേരത്തെ അത് പറഞ്ഞു. അതെ, ഇത്രയും സൈലന്റ് ആയിരിക്കുന്നു നമ്മുടെ മനസ്സും അതേപോലെ തന്നെ സൈലന്റ് ആവുന്നു. അപ്പോൾ അത് തന്നെ സാറേ, നമ്മളെ മൗനം പ്രാർത്ഥനയായി മാറുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. വികാസ് സാറിന് കിട്ടിയില്ല സാറ്. ഞാൻ ആദ്യമായിട്ട് കാണാണ് അതെ വികാസ് സാറെ. എന്തോ സാറേ, വികാസ് സാറേ, സാറിനെ പരിചയപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ജോർജ് സാർ പറഞ്ഞു പറഞ്ഞു, കുഴപ്പമില്ല. പറഞ്ഞോളൂ വികാസ് സാറിന് പരിചയം അതെ അതെ, കിട്ടുന്നത് ഞാനൊരു മാമ്പഴം എന്തെന്നാൽ അതിന്റെ രുചി എനിക്ക് മാത്രമേ കൃത്യമായി അറിയാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെയാണ് കാണുന്നവർക്കൊക്കെ ഓരോ അഭിപ്രായം പറയാം. എൻ്റെ മുഖഭാവം കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കാൻ കണ്ടിട്ട് അളവ് കണ്ടിട്ടൊക്കെ ഓരോ വിലയിരുത്തുന്നുണ്ടാവും. എന്നതുപോലെ സത്യമാണ്. ഇപ്പൊ സാറ് പറഞ്ഞല്ലേ, സാറിന്റെ അനുഭവത്തിൽ പ്രാർത്ഥനയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു തെളിവിനി ആവശ്യമില്ല. അതിൽ നിന്ന് വരുന്ന ആ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ പ്രത്യേകത കാണുന്നവരുടെയൊക്കെ മനസ്സിൽ തട്ടുന്നുണ്ട്. അത് റിയലാണ്. പോകുന്നത് ആ ഒരു ഉന്നത തലത്തിലേക്ക് തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. മനോജ് സാറേ, വികാസിനെയും ദീപയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നോ ഉലവനാൻ സാർ പറഞ്ഞു. കറക്റ്റ് അത് അതെ ശരിയാണ്. അതെ. ഉലഹനാൻ സാറ് വികാസിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് വികാസാണ് എന്നെ സാബു സാറിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതിന് വികാസിന് അധികം നന്ദി പറയുന്നത്. വികാസ് എൻ്റെ അമ്മാവൻ്റെ മകനാണ്. എൻ്റെ ഇളയ അങ്കിളിൻ്റെ മകനാണ് വികാസ്. വികാസ് വർക്ക് ചെയ്യുന്നത് ദുബൈയിലാണ്. വികാസും ഈ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഈ പാത്തിലൊക്കെ മൈൻഡ് റീസ്ട്രക്ചറിങ്, പ്രോഗ്രാമിങ്, അങ്ങനെയുള്ള ഈ വിഷയം ഒക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് ശരിക്കും പറഞ്ഞാൽ വികാസ് വളരെ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെയാണ് ദീപ അറിയപ്പെടുന്ന നല്ലൊരു എനർജി ഹീലറും കൂടിയാണ് ദീപ. ഓക്കെ, അവർ അതിൻ്റെ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു 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 സ്പെഷ്യാലിറ്റി ഉള്ളവരാണ്. വികാസ് വർക്ക് ചെയ്യുന്നത് ദുബൈയിലാണ്. വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല ഈ രീതിയിലുള്ള പലതരത്തിലുള്ള മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ വികാസ് മെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. രണ്ടുപേരും മെൻറ്ററായിരുന്നു. ഇവരുടേതായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സുകൾ ഇവർ ചെയ്യാറുണ്ട്. ഒരുപാട് തരത്തിലുള്ള എനർജി ഹീലിംഗ് ആക്ടിവിറ്റീസ് രണ്ടുപേരും പിന്നെ വളരെയധികം കഴിവുള്ളവരാണ്. വളരെയധികം ക്ലയൻസുകളുള്ളവരാണ്. വളരെയധികം റിസൾട്ടും കൊടുക്കുന്നവരാണ്. ഇനി ഞാൻ ഒന്നും പറയാതെ ഞങ്ങൾക്കും വേണം അല്ലേ? അതെ അതെ അതെ. ഇപ്പം ദുബൈയിലാണ് സാറേ വികാസ്. ഇനി വികാസിന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ പറഞ്ഞത് ചെറിയ എൻ്റെ പേഴ്സണലായിട്ടാണ്. ഇപ്പോഴും ദുബൈയിൽ തന്നെയാണ്. അതെ, ദീപ ഇവിടെ ട്രിവാൻഡ്രത്ത് സെറ്റിൽഡാണ്. അവർക്ക് അവരുടെ ഒരു സ്ഥാപനമുണ്ട്. അപ്പം അങ്ങനെ വളരെ നല്ല രീതിയിൽ അതിനെക്കുറിച്ചുള്ള റിസൾട്ട്സ് പല അവരുടെ ക്ലയൻസുകൾക്കും ഒക്കെ ആയിട്ട് അത് വളരെ നല്ല രീതിയിൽ വളരെ സിൻസിയറായിട്ട്, അതിപ്പോൾ ഞാൻ അത് ഓപ്പണായിട്ട് പറയണം, വളരെ സിൻസിയറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും. അതിനുള്ള അപ്രോച്ചും
ഉള്ള രണ്ട് മഹൽ വ്യക്തികൾ തന്നെയാണ് ഇവർ. യാതൊരു സംശയവുമില്ല അതിന്. എന്നെ ഈ പാത്തിലൊക്കെ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സാബു സാറ് എന്നെ പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും വികാസൻ. അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും വികാസനും സാബു സാറിനും തന്നെയാണ്. ഞാനതിൻ്റെ ഒരു പാർട്ടായി എന്ന് മാത്രമേ ഉള്ളൂ സാർ. താങ്ക് യു. ഒരു അസാധാരണമായിട്ട് വളർന്നു. അതെ. അപ്പോൾ ഉലകന്നാൻ സാറിന് ഞാൻ ഉത്തരം പറഞ്ഞു എന്നാണ് കരുതുന്നത്. സാർ ഇപ്പൊ കേൾക്കുന്നില്ല. സാർ കേറിയിട്ടുണ്ട്, പക്ഷേ കേട്ടില്ല. കുഴപ്പമില്ല, സാർ കേട്ടോളൂ. യെസ് 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 യെസ്. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വൺസ് അഗൈൻ. സാർ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, നല്ല ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും നേരം നമ്മളോടൊക്കെ കേട്ടിരിക്കുകയും നിങ്ങളേതായ രീതിയിൽ അഭിപ്രായം പറയുന്നതൊക്കെ ഒരിക്കൽ കൂടി നന്ദിയും ഒക്കെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See you and good night. Bye.